ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 6ാം ക്ലാസ്സിൻ്റെ ഉലൂമുദ്ദീനിലെ അദ്ദറസുസാബിർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ 6ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീൻ അതിലെ 7ാമത്തെ പാഠം തുഹ്ബത്തുൽ അമാൽ. എന്താണ്? അമലുകളെ നിഷ്ഫലമാക്കുന്നത്. എന്താണ് പാഠത്തിൽ മനസ്സിലാക്കാനുള്ളത്? നമുക്ക് പാഠഭാഗം മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാഗ്ദാദിൽ ഒരു മഹാനുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തു പോകാം. കൂട്ടുകാരായ അബ്ദുൽ ഖാദിരും അബൂ സഈദും ഇബ്നു ഷക്കായും യാത്ര പുറപ്പെട്ടു. കൂട്ടുകാരായ 3 പേര് ബാഗ്ദാദിൽ ഒരു മഹാനുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പുറപ്പെട്ടതാണ്. ആരൊക്കെയാണ് 3 കൂട്ടുകാർ? അബ്ദുൽ ഖാദിരും അബൂ സഈദും ഇബ്നു ഷക്കായുമാണ്. അവർ യാത്ര പുറപ്പെട്ടു. ഞാൻ അയാളെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യം ഉന്നയിക്കും. യാത്ര മധ്യേ ഇബ്നു ഷക്ക പറഞ്ഞു. യാത്ര പോകുമ്പോൾ ഇബ്നു ഷക്ക വഴിമധ്യേ പറയാണ്, എന്താണ്? ഞാൻ അയാളെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യം ഉന്നയിക്കുമെന്ന്. ആരാ പറഞ്ഞത്? ഇബ്നു ഷക്ക. അദ്ദേഹത്തെ ഉത്തരം മുട്ടിക്കാനോ പരീക്ഷിക്കാനോ ഞാനില്ല. അദ്ദേഹത്തെ സന്ദർശിച്ച് അനുഗ്രഹം തേടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അബ്ദുൽ ഖാദിർ പറഞ്ഞു. ഇബ്നു ഷക്ക അങ്ങനെ പറഞ്ഞപ്പോൾ അബ്ദുൽ ഖാദിർ എന്താ പറഞ്ഞത്? ഉത്തരം മുട്ടിക്കാനോ പരീക്ഷിക്കാനോ ഞാനില്ല. അദ്ദേഹത്തെ സന്ദർശിച്ച് അനുഗ്രഹം തേടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അബ്ദുൽ ഖാദിർ പറഞ്ഞതാണ്. അങ്ങനെ 3 പേരും മഹാന്റെ അടുത്തെത്തി. നിനക്ക് നാശം വരാനുണ്ട്. ഇവരെ കണ്ടതും മഹാൻ പറഞ്ഞു, എന്ത്? നിനക്ക് നാശം വരാനുണ്ട് എന്ന് പറഞ്ഞു. ഇബ്നു ഷക്കായോടാണ് മഹാൻ പറഞ്ഞത്. ഇബ്നു ഷക്കായെ കണ്ടതും മഹാൻ പറഞ്ഞു, നിനക്ക് നാശം വരാനുണ്ട്. അബ്ദുൽ ഖാദിറിനെ ആശീർവദിക്കുകയും ചെയ്തു. ഇബ്നു ഷക്ക പറഞ്ഞത് അദ്ദേഹം അറിഞ്ഞു അല്ലേ? അപ്പോൾ എന്താണ്? അദ്ദേഹം ഇബ്നു ഷക്കായോട് പറഞ്ഞതാണ് നിനക്ക് നാശം വരാനുണ്ട് എന്ന്. എന്നാൽ എന്താണ്? അബ്ദുൽ ഖാദിറിനെ ആശീർവദിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പുലർന്നു. മഹാന്റെ വാക്കുകൾ പുലർന്നു. അബ്ദുൽ ഖാദിരി ഔലിയാക്കളുടെ നേതാവായി മാറി. ഔസുൽ അഅ്ലം എന്ന പേരിൽ പ്രസിദ്ധനായി. അബ്ദുൽ ഖാദിരിയെ ആശീർവദിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പുലർന്നു. അബ്ദുൽ ഖാദിരി ഔലിയാക്കളുടെ നേതാവായി മാറി. ഔലിയാക്കളുടെ നേതാവായി മാറി ആര് എന്ന് ചോദ്യം വരും. ആരാണ്? അബ്ദുൽ ഖാദിർ. ഔസുൽ അഅ്ലം എന്ന പേരിൽ പ്രസിദ്ധനായി. ആരാണ്? അബ്ദുൽ ഖാദിർ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു എന്നവർ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ആണവർ. അപ്പോൾ അബ്ദുൽ ഖാദിരി ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു മുഴുവൻ നാമം നമുക്ക് മനസ്സിലാക്കാം. ഔസുൽ അഅ്ലം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇബ്നു ഷക്കായാവട്ടെ പ്രശസ്തനാവുകയും രാജകൊട്ടാരത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. രാജാവിൻ്റെ മകളെ കണ്ടപ്പോൾ പ്രണയം തോന്നി. വിവാഹം ചെയ്യാൻ വേണ്ടി അവരുടെ നിർബന്ധത്തിന് വഴങ്ങി. അദ്ദേഹം ക്രിസ്തു മതം സ്വീകരിച്ചു കൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടി. ഇബ്നു ഷക്ക എന്താണ്? പ്രശസ്തനായി ഒരു രാജകൊട്ടാരത്തിലെത്തി. അവിടെയുള്ള രാജാവിൻ്റെ മകളെ കണ്ടപ്പോൾ പ്രണയം തോന്നി. വിവാഹം ചെയ്യാൻ വേണ്ടി അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അദ്ദേഹം ക്രിസ്തു മതം സ്വീകരിച്ചു കൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടി. അധികം താമസിയാതെ അദ്ദേഹത്തിന് മാരകമായ രോഗം പിടിപെട്ടു. രാജാവ് കൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ നിന്ദ്യനായി ഉപേക്ഷിക്കപ്പെട്ടു. അവസാനം മുർത്തദായി മരണപ്പെട്ടു. അപ്പോൾ ഇബ്നു ഷക്കാക്ക് നാശം വരാനുണ്ടെന്ന് മഹാന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ എന്താണ് സംഭവിച്ചത്? അവർ പ്രശസ്തനാവുകയും രാജകൊട്ടാരത്തിലെത്തുകയും അവിടെ രാജാവിൻ്റെ മകളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തു. അധികം താമസിയാതെ അദ്ദേഹത്തിന് മാരകമായ രോഗം പിടിപെട്ടു. രാജാവ് കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി. ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ നിന്ദ്യനായി ഉപേക്ഷിക്കപ്പെട്ടു. അവസാനം മുർത്തദായി മരണപ്പെട്ടു. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരായിട്ടാണ് മരണപ്പെട്ടത്. അപ്പം അത് മനസ്സിലാക്കുക. റിദ്ദ കഠിന തെറ്റാണ്. റിദ്ദ കഠിന തെറ്റാണ്. എല്ലാ സൽക്കർമ്മങ്ങളെയും അത് നശിപ്പിച്ച് കളയും. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ റിദ്ദ വരുന്നത് നാം സൂക്ഷിക്കണം. മുർത്തദിന് ശാശ്വതമായ നരകവാസമാണ് ശിക്ഷ. റിദ്ദ എന്ന് പറഞ്ഞാൽ
മതഭ്രംശം, മതത്തിൽ നിന്ന് പുറത്തു പോവുക, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക, അതാണ് റിദ്ദ. അപ്പോൾ റിദ്ദ കഠിന തെറ്റാണ്. ഇവിടെ ഇബ്നു ശക്ക മുർത്തദ്ദായി മരണപ്പെട്ടു, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി മരണപ്പെട്ടില്ല. അപ്പോൾ ഇവിടെ അത് എല്ലാ സൽക്കർമ്മങ്ങളെയും നശിപ്പിച്ചു കളയും, എല്ലാ സൽക്കർമ്മങ്ങളെയും നശിപ്പിച്ചു കളയും റിദ്ദ. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ റിദ്ദ വരുന്നത് നാം സൂക്ഷിക്കണം. റിദ്ദ 3 ഇനം: വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, മനസ്സുകൊണ്ട്. ഇങ്ങനെ റിദ്ദ വരുന്നത് നാം സൂക്ഷിക്കണം. മുർത്തദ്ദിന് ശാശ്വതമായ നരകവാസമാണ് ശിക്ഷ. ശാശ്വതമായ നരകവാസമാണ് ശിക്ഷ. ആർക്കാണ്? മുർത്തദ്ദിന്. റിദ്ദ വരുന്ന കാര്യങ്ങൾ ഏതെല്ലാമാണ്? അർഷദ് ചോദിച്ചു. റിദ്ദ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? 3 എണ്ണം പറഞ്ഞു. അത് ഏതൊക്കെയാണ് എന്നാണ്. ഇസ്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക, ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുക, വ്യഭിചാരം, പലിശ, മദ്യപാനം പോലുള്ളവ ഹലാലാക്കാൻ കൊതിക്കുക തുടങ്ങിയവ മനസ്സുകൊണ്ടുള്ള റിദ്ദത്തിൻ്റെ കാരണങ്ങളാണ്. ഇസ്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക, ഇസ്ലാമിൽ നിന്ന് ഞാൻ പോവാന്ന് തീരുമാനിച്ചാൽ മതി. ഒരു മുർത്തദ്ദായി, റിദ്ദ സംഭവിച്ചു. പിന്നെ ഇസ്ലാം ഉപേക്ഷിച്ചാൽ അങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചാൽ മതി, അപ്പോഴോ മുർത്തദ്ദായി. പിന്നെ വ്യഭിചാരം, പലിശ, മദ്യപാനം പോലുള്ള ഇസ്ലാമിൽ ഹറാമാക്കിയ കാര്യങ്ങൾ ഹലാലാക്കാൻ കൊതിക്കുക. ഇതൊക്കെ എന്താണ്? മനസ്സുകൊണ്ട് ഉള്ള റിദ്ദത്തിന് കാരണങ്ങളാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഓപ്ഷനിൽ തന്നിട്ട് മനസ്സുകൊണ്ടുള്ള റിദ്ദക്ക് ഉദാഹരണം അപ്പോൾ മനസ്സിലാക്കാൻ കഴിയണം. ഇനി എന്താണ്? അല്ലാഹു തആലയെയോ ഏതെങ്കിലും നബിയെയോ ഖുർആനിലെ ഏതെങ്കിലും ആയത്തിനെയോ നിഷേധിക്കുക, നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ഫലമില്ലെന്ന് പറയുക, ഒരു മുസ്ലിമിനെ കാഫിറാക്കുക, നബിയെയോ മലക്കിനെയോ നിസാരമാക്കുക, അല്ലാഹു തആലയുടെ നാമങ്ങളെയോ ആജ്ഞകളെയോ പരിഹസിക്കുക തുടങ്ങിയവ വാക്കുകൊണ്ടുണ്ടാകുന്ന റിദ്ദത്തിൻ്റെ കാരണങ്ങളാണ്. വാക്കുകൊണ്ടുള്ള റിദ്ദത്തിൻ്റെ കാരണങ്ങൾ മുകളിൽ നമ്മൾ മനസ്സുകൊണ്ടുള്ളതാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ വാക്ക്, അല്ലാഹു തആലയെയോ ഏതെങ്കിലും നബിയെയോ ഖുർആനിനെയോ ഖുർആനിലെ ഏതെങ്കിലും ആയത്തിനെയോ നിഷേധിക്കുക. ഖുർആനിൽ അങ്ങനെ ഇല്ല, അള്ളാഹു ഇല്ല, നബി ഇല്ല, നബിദിനം ആഘോഷിക്കേണ്ട, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുക. അതൊക്കെ എന്താണ്? പറയലാണ്. അപ്പം അത് വാക്കുകൊണ്ടുള്ള റിദ്ദയാണ്. നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടൊന്നും ഒരു ഫലവും ഇല്ല. ഞാൻ കുറേ നിസ്കരിച്ച് എന്ത് കാര്യം ഉണ്ടായി? അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടാവരുത്. ഒരു മുസ്ലിമിനെ എന്തെങ്കിലും പറഞ്ഞ് കാഫിറാക്കുക, പിന്നെ നബിയെയോ മലക്കിനെയോ നിസാരമാക്കുക, അല്ലാഹു തആലയുടെ നാമങ്ങളെയോ ആജ്ഞകളെയോ പരിഹസിക്കുക, ഇതൊക്കെ എന്താണ്? വാക്കുകൊണ്ടുണ്ടാകുന്ന റിദ്ദത്തിൻ്റെ കാരണങ്ങളാണ്. അപ്പോൾ ഓപ്ഷൻ മനസ്സിലാക്കണം കേട്ടോ. ഇനിയാ പ്രവൃത്തിയാണ്. വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുക, നമ്മൾ ചെയ്യുന്ന കാര്യമാണ് പ്രവൃത്തി. വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുക, ഖുർആൻ, മതവിജ്ഞാനം, ആദരണീയ നാമങ്ങൾ പോലെയുള്ളത് മലിനമാക്കുക, പരിഹാസത്തിനായി പണ്ഡിത വേഷം ധരിക്കുക തുടങ്ങിയവ പ്രവൃത്തി മുഖേന വരുന്ന റിദ്ദത്താണ്. പ്രവൃത്തി മുഖേന വരുന്ന വിഗ്രഹത്തിന് സുജൂദ്, ഖുർആന്, മതവിജ്ഞാനങ്ങൾ, ആദരണീയ നാമങ്ങൾ പോലെയുള്ളത് മലിനമാക്കുക, അത് നിലത്തിട്ട് ചളിയിലൊക്കെ മനഃപൂർവ്വം ചെയ്യുക, അതൊക്കെ പ്രവൃത്തിയാണ്. പിന്നെ പണ്ഡിതന്മാരുടെ, അതായത് ഉസ്താദുമാരുടെ വേഷം ധരിച്ചിട്ട് അവരെ കളിയാക്കുക, മനസ്സിലായില്ല? അതൊക്കെ പ്രവൃത്തി മുഖേന വരുന്ന റിദ്ദത്താണ്. ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഉസ്താദ് ദുആ ചെയ്തു, എല്ലാവരും ആമീൻ പറഞ്ഞു. അപ്പം ഇത്രയാണ് പാഠഭാഗം. പിന്നെ നമുക്കിവിടെ നഖ്റഉ വ നഫ്ഹമു പാഠത്തിലെ മീനിങ് ഒക്കെ മനസ്സിലാക്കാം. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളാവുമ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇംഗ്ലീഷ് പറയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എക്സാമിന് ഏതെങ്കിലും പാഠഭാഗത്തു നിന്നൊക്കെ വരാം അതിൻ്റെ ഇംഗ്ലീഷ് തന്നിട്ട് അറബി എഴുതാനോ ഒക്കെ വരാം, മനസ്സിലാക്കാം കേട്ടോ. ഇനി മുർത്തദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവനാണ് മുർത്തദ്. റിദ്ദ എന്ന് പറഞ്ഞാൽ മതഭ്രംശം, റിദ്ദ. ഔസുല്ലാലം, മഹാനായ സഹായി. ഔസുല്ലാലം എന്ന പേരിൽ അറിയപ്പെട്ടു അബ്ദുൽ ഖാദിർ ഷെയ്ഖ് ജീലാനി, മഹാനായ സഹായി എന്നാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. ഇനി നമുക്കിതിൻ്റെ തദ്രിബാത്ത് നോക്കാം. അപ്പോൾ നമുക്ക്
തദ്രിബാത്ത് നോക്കാം. തുഹിബത്തുൽ അമാൽ നസിൽ യോജിച്ചത് ചേർക്കാനാണ്. മനസ്സുകൊണ്ടുള്ള റിദ്ദ, മനസ്സുകൊണ്ട് വരുന്ന റിദ്ദയാണെന്ത്? മദ്യപാനം ഹലാലാക്കാൻ കൊതിക്കുക. മദ്യപാനം ഹലാലാക്കാൻ നമ്മൾ കുറച്ച് കാരണങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് ഇവിടെ വന്നത് മദ്യപാനം ഹലാലാക്കാൻ കൊതിക്കുക. അപ്പം അതിൻ്റെ സി നമുക്കിവിടെ എഴുതി കൊടുക്കാം. അടുത്തതാ വാക്കുകൊണ്ടുള്ള റിദ്ദ, വാക്ക് പറയൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുക. അവിടെ നമ്മൾ കാരണങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിന്ന് ഒന്നാണ് വന്നത്. അപ്പം നമുക്കതിൻ്റെ ലെറ്റർ എഴുതി കൊടുക്കാം, എ. അടുത്തതാ പ്രവൃത്തി കൊണ്ടുള്ള റിദ്ദ, ചെയ്യുന്നത് എന്താണ്? ഖുർആനിനെ മലിനമാക്കൽ. അപ്പോൾ അവിടെ നമ്മൾ 3 ഭാഗങ്ങളായിട്ടാണ് പാഠഭാഗത്തിൽ പഠിക്കുന്നത്. അപ്പം അത് നന്നായി മനസ്സിലാക്കുക. ഇതുപോലെ ഓപ്ഷൻ മാറി വരാം. അപ്പം അത് നമുക്ക് ഇതുപോലെ അടയാളപ്പെടുത്താൻ കഴിയണം. ഇനി നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. റിദ്ദ എന്നാൽ എന്ത്? എന്താണ് റിദ്ദ? വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവലാണ് റിദ്ദ. മതഭ്രംശം എന്ന് ഒറ്റവാക്കിൽ പറയാം. പക്ഷെ നമുക്കിവിടെ ആൻസർ ആക്കിയിട്ട് എഴുതാം. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവലാണ് റിദ്ദ. എഴുതാം. അടുത്തതോ റിദ്ദ എത്ര ഇനമുണ്ട്? അവ ഏതെല്ലാം? റിദ്ദ 3 ഇനമുണ്ട്. റിദ്ദ 3 ഇനമുണ്ട്. ഏതൊക്കെയാണ്? മനസ്സുകൊണ്ടുള്ള റിദ്ദ, വാക്കുകൊണ്ടുള്ള റിദ്ദ, പ്രവൃത്തി കൊണ്ടുള്ള റിദ്ദ. 3 എണ്ണാണ്. മനസ്സുകൊണ്ടുള്ള റിദ്ദ, വാക്കുകൊണ്ടുള്ള റിദ്ദ, പ്രവൃത്തി കൊണ്ടുള്ള റിദ്ദ. ഇനി അടുത്തതാ വാക്കുകൊണ്ടുള്ള റിദ്ദത്തിന് ഉദാഹരണം എഴുതാനാണ്. വാക്കുകൊണ്ടുള്ള റിദ്ദത്തിന് ഉദാഹരണം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടയാളപ്പെടുത്തുക. അല്ലാഹു തആലയെ ഏതെങ്കിലും നബിയെയോ ഖുർആനിലെ ഏതെങ്കിലും ആയത്തിനെ നിഷേധിക്കുക, നിസ്കാരം കൊണ്ട് നോമ്പ് കൊണ്ട് ഫലമില്ലെന്ന് പറയുക, ഒരു മുസ്ലിമിനെ കാഫിറാക്കുക, നബിയെയോ മലക്കിനെയോ നിസ്സാരമാക്കുക, അല്ലാഹു തആലയുടെ നാമങ്ങളെയോ ആജ്ഞകളെയോ പരിഹസിക്കുക തുടങ്ങിയ വാക്കുകൊണ്ടുള്ളതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നവിടെ എഴുതാം. മനസ്സിലായില്ല? അപ്പോൾ അവിടേക്ക് എഴുതാം. അടുത്തതാ മനസ്സുകൊണ്ടുള്ള റിദ്ദത്തിനൊരു ഉദാഹരണം. മനസ്സുകൊണ്ട് അത് ഇവിടുന്ന് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇതിന് ഇഷ്ടമുള്ള ഏതാ? ഇസ്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക, ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുക, വ്യഭിചാരം, പലിശ, മദ്യപാനം പോലുള്ളവ ഹലാലാക്കാൻ കൊതിക്കുക തുടങ്ങിയ മനസ്സുകൊണ്ടുള്ള റിദ്ദത്തിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന്ന് ഒന്നവിടേക്ക് എഴുതാം. അടുത്തത് പ്രവൃത്തി കൊണ്ടുള്ള റിദ്ദത്തിന് ഒരു ഉദാഹരണം എഴുതുക. പ്രവൃത്തി വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുക, ഖുർആൻ, മതവിജ്ഞാനം, ആദരണീയ നാമങ്ങൾ പോലെയുള്ളത് മലിനമാക്കുക, പരിഹാസത്തിനായി പണ്ഡിത വേഷം ധരിക്കുക തുടങ്ങിയവ പ്രവൃത്തി കൊണ്ട് വരുന്ന റിദ്ദയാണ്. അപ്പം അതിൽ നിന്ന് ഒന്ന് അവിടേക്ക് എഴുതാം. അടുത്ത ചോദ്യം, മുർത്തദ്ദിന് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? എന്താണ്? ശാശ്വതമായ നരകവാസമാണ്. ഇവിടെ അടയാളപ്പെടുത്താം. മുർത്തദ്ദിന് ശാശ്വതമായ നരകവാസമാണ് ശിക്ഷ. എഴുതാം. മുർത്തദ്ദിന് ശാശ്വതമായ നരകവാസമാണ് ശിക്ഷ. അടുത്തത്, ഇബ്നു ശക്ക മുർത്തദ്ദായി പോകാൻ കാരണമെന്ത്? എന്താണ് കാരണം? അതിവിടെ നിന്ന് മനസ്സിലാക്കി എഴുതാം. എന്താണ്? രാജാവിൻ്റെ മകളെ കണ്ടപ്പോൾ പ്രണയം തോന്നി വിവാഹം ചെയ്യാൻ വേണ്ടി അവരുടെ നിർദ്ദേശത്തിന് വഴങ്ങി അദ്ദേഹം ക്രിസ്തു മതം സ്വീകരിച്ചു. അതാണ് ഇബ്നു ശക്ക മുർത്തദ്ദാവാൻ കാരണം. അപ്പോൾ വിവാഹം ചെയ്യാൻ വേണ്ടി ക്രിസ്തു മതം സ്വീകരിച്ചു എന്ന് ചുരുക്കി എഴുതിയാലും മതി. ഇവിടെ മനസ്സിലാക്കുക. രാജാവിൻ്റെ മകളോട് പ്രണയം തോന്നി വിവാഹം ചെയ്യാൻ വേണ്ടി അവരുടെ നിർദ്ദേശത്തിന് വഴങ്ങി അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചു. അതാണ് മുർത്തദ്ദാവാനുണ്ടായ കാരണം. അടുത്തത്, അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു മഹാനാകാൻ എന്താണ് കാരണം? എന്താണ് കാരണം? ഇവിടെ പറഞ്ഞിരുന്നു. ബാഗ്ദാദിലെ മഹാനെ സന്ദർശിച്ച് അനുഗ്രഹം തേടാനാണ് അബ്ദുൽ ഖാദിർ ഉദ്ദേശിച്ചത്. ബാഗ്ദാദിലെ മഹാനെ കണ്ട് അനുഗ്രഹം തേടാനാണ്, മഹാനെ സന്ദർശിച്ച് അനുഗ്രഹം തേടാനാണ് അബ്ദുൽ ഖാദിർ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് അബ്ദുൽ ഖാദിർ മഹാനായി തീർന്നത്. അടുത്തത്, ബാഗ്ദാദിലെ മഹാനെ കാണാൻ പോയത് ആരെല്ലാമാണ്? കൂട്ടുകാരായ അബ്ദുൽ ഖാദിറും അബൂ സഈദും ഇബ്നു ശക്കായും. ഒരു 3 പേരാണ് മഹാനെ കാണാൻ പോയത്. അപ്പോൾ പേരുകൾ അവിടെയൊക്കെ എഴുതാം. അടുത്തത്, യാത്രാമധ്യേ ഇബ്നു ശക്ക എന്താണ് പറഞ്ഞത്? അടയാളപ്പെടുത്താം. ഞാൻ അയാളെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യം ഉന്നയിക്കും. യാത്രാമധ്യേ ഇബ്നു ശക്ക പറഞ്ഞു. അപ്പോൾ ഞാൻ അയാളെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യം ഉന്നയിക്കും. ഇതാണ് യാത്രാമധ്യേ ഇബ്നു ശക്ക പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ എഴുതിയിട്ടൂടെ എന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പം നമ്മൾ എഴുതിയിടുമ്പോൾ നിങ്ങൾ പകർത്തുക മാത്രമാണ് ചെയ്യുക. അപ്പം എന്താണ് എഴുതിയത്, നിങ്ങളിത് തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് പാഠഭാഗത്തിൽ അതിൻ്റെ ആൻസർ നോക്കി എക്സാമിന് പിന്നെ പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ആദ്യം പാഠഭാഗത്തിൽ ടെക്സ്റ്റിൽ അടയാളപ്പെടുത്തി വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ എന്താണ് പാഠഭാഗം മാത്രം വായിച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറും അടയാളപ്പെടുത്തി വെച്ചത് ആവർത്തിച്ച് പഠിക്കാനും ചോദ്യങ്ങൾ മനസ്സിലാക്കാനും എക്സാമിന് വളരെ പെട്ടെന്ന് തന്നെ പഠിച്ച് എക്സാമിന് നല്ല മാർക്ക് വാങ്ങാനൊക്കെ കഴിയും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിവിടെ നംലൗൽ ഫറാ വിട്ടഭാഗം പൂരിപ്പിക്കാനാണ്. അദ്ദേഹത്തെ സന്ദർശിച്ച് അനുഗ്രഹം തേടാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആരാണ് പറഞ്ഞത്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ആണ് അത് പറഞ്ഞത്. അപ്പോൾ അബ്ദുൽ ഖാദിരി ആണ് പറഞ്ഞത്, അങ്ങനെ എഴുതിയാലും മതി. മുഴുവനായിട്ടുള്ള പേര് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതട്ടാ. അപ്പം അബ്ദുൽ ഖാദിരി പറഞ്ഞു അത് എഴുതിയാലും മതി. നമുക്ക് മുഴുവനായിട്ട് പേര് എഴുതിച്ചിട്ട് അവിടെ തെറ്റൊന്നുമല്ല, അതാണ് ഏറ്റവും നല്ലത്. അടുത്ത എന്താണ്? രാജാവിൻ്റെ മകളെ വിവാഹം ചെയ്യാൻ വേണ്ടി ഇബ്നു ശക്ക ഡേഷ് സ്വീകരിച്ചു. എന്താണ്? ക്രിസ്തുമതം സ്വീകരിച്ചു. അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചു എന്ന് നമ്മളിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എഴുതുക, ക്രിസ്തുമതം. അടുത്തതാ റിദ്ദ എല്ലാ ഡേഷ് നശിപ്പിച്ചു കളയും. എന്താണ്? റിദ്ദ എല്ലാ സൽക്കർമ്മങ്ങളെയും അത് നശിപ്പിച്ചു കളയും. റിദ്ദ എല്ലാ സൽക്കർമ്മങ്ങളെയും നശിപ്പിച്ചു കളയും. അടുത്തത് മഹാൻ ഡേഷിനെ ആശീർവദിച്ചു. ആരെയാണ് ആശീർവദിച്ചത്? അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ. മഹാൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ ആശീർവദിച്ചു. അങ്ങനെ പേരെഴുതാം. അടുത്തതാ നിനക്ക് നാശം വരാനുണ്ട്. മഹാൻ ഇബ്നു ശക്കായോട് പറഞ്ഞു. നിനക്ക് നാശം വരാനുണ്ട്, മഹാൻ ഇബ്നു ശക്കായോട് പറഞ്ഞു. അപ്പം അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ പേരുകളൊക്കെ നമ്മൾ മുന്നേ ചോദ്യത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നോക്കിയിട്ട് അത് കറക്റ്റ് എഴുതുക, തെറ്റാതെ കേട്ടോ. അടുത്തത് രിദ്ദ എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് പാഠഭാഗത്ത് നിന്ന് രിദ്ദത്തിനെ കുറിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതുകയാണ് വേണ്ടത്. എന്താണ്? രിദ്ദ എല്ലാ സൽക്കർമ്മങ്ങളെയും നശിപ്പിച്ചു കളയും. രിദ്ദ കഠിന തെറ്റാണ്. പ്രവൃത്തി കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും രിദ്ദ വരുന്നത് സൂക്ഷിക്കണം. മുർത്തദിന് ശാശ്വതമായ നരകവാസമാണ് ശിക്ഷ. ഇസ്ലാം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുക, ഇതൊക്കെ മനസ്സുകൊണ്ട് വരുന്ന രിദ്ദയാണ്. ഒരു മുസ്ലിമിനെ കാഫിറാക്കുക, നബിയെ മലക്കിനെ നിസ്സാരമാക്കുക, ഇത് വാക്കുകൊണ്ടുള്ള രിദ്ദയാണ്. വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുക, പരിഹാസത്തിനായി പണ്ഡിത വേഷം ധരിക്കുക, ഇതൊക്കെ പ്രവൃത്തി കൊണ്ടുവരുന്ന രിദ്ദയാണ്. അങ്ങനെ അതൊക്കെ ചേർത്ത് നമുക്ക് രിദ്ദത്തിനെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാം. അതൊക്കെ പാഠഭാഗത്തിൽ നിങ്ങളെ 23-ാമത്തെ പേജിൽ വന്ന ആ ഭാഗം ചുരുക്കി എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ അവിടെ നോക്കിയിട്ട് എല്ലാവരും തെറ്റില്ലാതെ അത് എഴുതുക. ഇനി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിത ചരിത്രം എഴുതാനാണ്. ചെറിയൊരു ചരിത്ര ഭാഗം ഞാനിവിടെ പറയാം, അത് വോയിസ് കേട്ട് മനസ്സിലാക്കി എഴുതാം. എന്താണ്? ഇറാനിലെ ജീലാനി ഗ്രാമത്തിലാണ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ജനിച്ചത്. സൂഫി സിദ്ധനായ ഇബ്നു മൂസയായിരുന്നു പിതാവ്. മാതാവ് ഫാത്തിമയുമാണ്. ചെറുപ്പത്തിൽ പിതാവ് മരിച്ചു. പിന്നീട് വളർത്തിയത് മാതാവാണ്. അറിവ് പഠിക്കാനായി ബാഗ്ദാദിലേക്കാണ് മഹാൻ പോയത്. കളവ് പറയരുതെന്ന മാതാവിൻ്റെ ഉപദേശം ബാഗ്ദാദ് യാത്രക്കിടയിൽ കൊള്ളക്കാരുടെ മുമ്പിലും അബ്ദുൽ ഖാദിരി പാലിച്ചു. അത് കാരണമായി കൊള്ളക്കാർ നല്ലവരായി മാറിയതും ഇദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിൽ പ്രത്യേക സ്ഥാനം പിടിച്ചു. ഖുർആൻ, ഫിഖ്ഹ്, ഹദീസ്, തസവുഫ്, അഖീദ എന്നീ വിഷയങ്ങളിൽ ജ്ഞാനം നേടിയതും ശേഷം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. ഷാഫി, ഹംബലി കർമ്മശാസ്ത്ര സരണികളിൽ മതവിധി നൽകുന്നിടത്തോളം അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം ഉയർന്നു. ഇത്രയും നമുക്ക് അവിടെ ചെറിയൊരു ഖണ്ഡികയാക്കി എഴുതി മനസ്സിലാക്കാം. എത്രയാണ് ഈ 7-ാമത്തെ പാഠമായ തുഹ്ബത്തുൽ അമാൽ എന്ന പാഠഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ രിദ്ദത്തിനെ കുറിച്ചിട്ട് അധികം എക്സാമിനും 5 വരി കുറയാതെ എഴുതാനൊക്കെ വരാറുണ്ട്. അപ്പോൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക.
നമ്മൾ മുന്നത്തെ പാഠങ്ങളൊക്കെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ലഭിക്കാത്തവർ എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. പ്ലേലിസ്റ്റുകൾ അയച്ചുതരാം. 82 89 89 29 85. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. നമുക്ക് അടുത്ത പാഠവും അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.